ഈ കഴിഞ്ഞ എൻ്റെ അങ്ങേ ഓണത്തിന് ഒന്നാം ഓണത്തിൻ്റെ അന്ന് വീട്ടിൽ കിടന്ന സർവത്ര സാധനവും അടിച്ചു പൊട്ടിച്ചു. ഈ എവള് മേശയെല്ലാം വെട്ടോത്തിക്ക് വെട്ടി കയറി, പാത്രങ്ങളെല്ലാം വെട്ടോത്തിക്ക് വെട്ടി കയറിയിട്ട് ഈ കുഞ്ഞുമായിട്ട് സ്റ്റേഷനിൽ ചെന്ന് ഈ സ്ത്രീയുമായിട്ട് എന്ത് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് ശരിയായി പോവില്ല. അത് ഈ കുട്ടിയുടെ മാത്രം പ്രശ്നമാണ്. ഈ കുട്ടി ഇവരുടെ ഒരു രീതി മുൻകാലങ്ങളിലെ അറിയാം. അതുകൊണ്ടാണ് ആ ഒരു നിലപാട് അവരന്ന് എടുത്തതും ഇപ്പോഴും ആ ഒരു നിലപാടിൽ നിൽക്കുകയാണ്. ഇത്രയും ദിവസമായിട്ട് 2 മക്കളുണ്ട്. ആ മക്കളെ ഇതുവരെയും എൻ്റെ അച്ഛനും കണ്ടിട്ടില്ല. ചിലയിടത്ത് വെച്ച് കാണും എങ്കിലും അവർക്കൊരു സ്വാതന്ത്ര്യക്കുറവും ഒക്കെ ഉണ്ട്. പക്ഷെ ഇന്നുവരെയായിട്ട് എൻ്റെ അടുത്തും അതിനുശേഷം വേണ്ടിയിട്ടില്ല. അച്ഛൻ്റെ അടുത്ത് അമ്മയോട് ചോദിക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അവർക്ക്. ഈ പ്രസാദോ അല്ലെങ്കിലും വേറെ ആരും എന്നെ വിളിച്ചറിയിച്ചില്ല. കുഞ്ഞിന് ഞങ്ങൾ തിരിച്ചു പോലും അറിയാത്ത അവസ്ഥയായിപ്പോയി. ഞാൻ വന്നപ്പോൾ എന്നെ തിരിച്ചറിഞ്ഞൂടാ. മൂത്ത കൊച്ചിന് അന്ന് 1.5 വയസ്സായി. ആ കുഞ്ഞിനെ എടുത്ത് പുറത്തിട്ടിട്ട് അകത്ത് കഥവെല്ലാം പൂട്ടി അവള് ഇരിക്കുകയായിരുന്നു. ഞാനുമായിട്ട് പിരിഞ്ഞ് ഒരു 2-3 വർഷം വരും. പിരിഞ്ഞതിന് ശേഷം 1 വർഷത്തിന് മുമ്പേ എൻ്റെ വീട്ടിൽ, ഞാനൊരു വാടക വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു 1-1.5 മാസം ഇവൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. പിന്നീട് വന്ന് താമസിച്ചു. ഈ 3 വർഷം അവരുടെ വീട്ടിൽ പോയതിന് ശേഷം അല്ല, ഈ 1 വർഷത്തിന് മുമ്പേ. അവരുടെ ഒരു നിലപാട്. പക്ഷെ ഒരു കാര്യം, കുഞ്ഞിനോട് പെരുമാറാൻ പാടില്ല. പിന്നെ പോകാൻ ശ്രമിക്കാത്ത ഇവളുടെ ഈ രീതി വെച്ച് ആ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഇവള് ഒരു വ്യക്തിയുമായിട്ട് പൊരുത്തപ്പെട്ടു പോണ ഒരു പെൺകുട്ടിയല്ല. അല്ല, ഈ ഇരിക്കുന്ന അമ്മയും മോളും തന്നെ 1 മാസം തേച്ച് ഒരു വീട്ടിൽ താമസിക്കില്ല. അതിനു മുമ്പേ അടിയായി ബഹളായി നാട്ടുകാർ കൂടത്തക്ക രീതിയിലുള്ള വിഷയങ്ങളായി മാറും. അമ്മ ജോലി ഇല്ല, അവരിപ്പോ ഈ ഞാനുമായിട്ട് പിരിഞ്ഞ് ഒരു 2-3 വർഷം വരും. പിരിഞ്ഞതിന് ശേഷം 1 വർഷത്തിന് മുമ്പേ എൻ്റെ വീട്ടിൽ, ഞാനൊരു വാടക വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു 1-1.5 മാസം ഇവൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. പിന്നീട് വന്ന് താമസിച്ചു. ഇടയ്ക്ക് വെച്ച് ആദ്യം പിരിഞ്ഞു. അതിന് കുറേ നാൾ കഴിഞ്ഞ് ഇടയ്ക്ക് വെച്ച് അമ്മയും മോളായിട്ട് പിടങ്ങി. പിന്നെ എനിക്കിനി ആരും ഇല്ലാന്നും പറഞ്ഞ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഇവള് എൻ്റെ ഇളയ മകനുമായിട്ട് വന്നു. നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ അവരുടെ അഭിപ്രായം, അവർക്കതിനുള്ള സ്വാതന്ത്ര്യം. തീർച്ചയായിട്ടും നിങ്ങൾ ആ വീടുമായിട്ട് ഇവരുടെ വീടുമായിട്ടുള്ള അടുപ്പും കാര്യങ്ങളും നിങ്ങളുടെ വീട്ടുകാർക്കൊട്ടും താല്പര്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അവർക്ക്, പക്ഷെ അവർ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ കുഞ്ഞുങ്ങളായിട്ട് കളിച്ചു വളരാൻ. ആ കുഞ്ഞ് തീരെ ചെറുപ്പമായിരുന്നപ്പം മുതൽ ആ കുടുംബത്തിൽ ഒരാളായിട്ട് നിങ്ങൾ നിന്നു. നിങ്ങളെ ഏറ്റവും അടുത്ത ബന്ധുവായിട്ട് ആ കുട്ടി കണ്ടു. നിങ്ങൾ തങ്ങളിൽ എല്ലാ രീതിയിലും അടുപ്പമായി. അങ്ങനെ കല്യാണം കഴിച്ചതാണ്. അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു പെണ്ണിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ച് അങ്ങനെ കൊണ്ടുപോയതല്ല. അപ്പൊ നിങ്ങൾക്ക് മറ്റൊരു സാധാരണ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ വലിയൊരു ആത്മബന്ധം ഈ കുട്ടിയോടുണ്ട്. ഉണ്ടായിരുന്നു എന്നല്ല പ്രസാദ്, ഇനി അങ്ങോട്ടും 2 കുഞ്ഞുങ്ങൾ. ഇപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് അത് മാനസികമായിട്ട് വലിയൊരു അതിനെ ഒരു വിഭ്രാന്തിയിലോട്ട് കൊണ്ടുപോയി വിടുകയൊക്കെ ചെയ്തു. അവരുടെ അമ്മ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ തന്നെ പിന്നെ കൊണ്ടുപോയിരുന്നു. അവൾക്ക് മാനസിക കുഴപ്പമുണ്ട്. വെള്ളയമ്പലത്തെ രാമേന്ദ്ര സാറെന്ന് പറയുന്ന ഡോക്ടർ സാറിനെ കൊണ്ട് കാണിച്ചു. പിന്നെ സാറ് പറഞ്ഞു ഹിപ്നോട്ടിസം ചെയ്യണമെന്ന് പറഞ്ഞു. അല്ല വിട്ടേരെ, അതിനെ നമ്മൾ ആ ഒരു വാക്കിനെ ദേഷ്യം വരുമ്പം ഒരാളിനെ കുറിച്ച് പറയാവുന്ന അനാവശ്യം എന്ന് പറയുന്നത് സ്വഭാവദൂഷ്യമായിട്ട് പറയുന്നത് സാധാരണ സംഭവമാണ് ഈ ലോകത്ത്. നിർമ്മല മാത്രം ആദ്യമായിട്ട് ജീവിതത്തിൽ കേട്ടൊരു കാര്യമല്ലിത്. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പ്രശ്നങ്ങളും വരുമ്പോൾ ഒരു സ്ത്രീയെ കുറിച്ച് പറയാവുന്നത് അവൾ സ്വഭാവം ശരിയല്ലാത്തവളാണെന്ന് പറയുന്നതാണ് ആദ്യത്തെ കാര്യം. മനസ്സിലായില്ലേ? ആണെന്ന് പറയുന്നവനാവശ്യത്തിനാണ് പോണത്. അല്ല, ആണുങ്ങൾ എന്ന് പറയുന്നവരെ കുറിച്ചും അതുപോലെ അനാവശ്യം. അവന് മറ്റേ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയി താമസിച്ചു. അവന് ഇതിപ്പോ നിങ്ങൾ പറയുന്ന കാര്യമല്ലേ ഉള്ളൂ. നിങ്ങൾ അധ്വാനിച്ച് വേണം നിങ്ങളുടെ മകളെ പോറ്റാൻ നിങ്ങൾ വിചാരിച്ചു. പക്ഷെ മകളുടെ വേറൊരു വശം ഭാവി, അത് ഇരുളടഞ്ഞു പോകുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള സമയവും ഇല്ല, ഒന്നും ചെയ്യാൻ ഓർത്തിയില്ല. മനസ്സിലായില്ലേ? അപ്പൊ ആ കുട്ടിയുടെ ജീവിതം ഇങ്ങനെ ആയതിന്റെ 75% ആ വീട്ടിൽ ആ കുട്ടിയെ നല്ലോണം ശ്രദ്ധിക്കാൻ ആളില്ലാതെ പോയി. ആ കുഞ്ഞിലേ മുതലുള്ള അരക്ഷിതാവസ്ഥയാണ് അതിന് മാനസിക രോഗമായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. അത് നല്ല രീതിയിൽ ചികിത്സിക്കണം, സ്നേഹമായിട്ട് നോക്കണം. പ്രസാദ് കുറച്ചുകൂടെ പക്വതയോടുകൂടി പെരുമാറിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പൊ പ്രസാദ് ഇപ്പൊ തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ടാവും. എനിക്ക് പ്രസാദിനോട് പറയാനുള്ള, പ്രസാദ് നിങ്ങൾ തന്നെ പറയുന്നു, പ്രസാദ് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങൾക്ക് ഇത്രയും സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് കൃത്യമായിട്ട് അത് ഗുളിക കഴിക്കുന്നില്ല, ഒത്തിരി മാനസികമായിട്ട് അതിന് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ അതിൻ്റെ കൂടുതൽ മാനസികാവസ്ഥ മോശമാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ സേഫ്റ്റിയും കൂടെ നിങ്ങൾ ആലോചിക്കട്ടെ. നിങ്ങൾ തന്നെ പറഞ്ഞാൽ അവരുടെ അമ്മ വന്ന് കണ്ടപ്പോൾ ഒറ്റയ്ക്ക് ആ കുട്ടി വീട് കഥ ഒക്കെ അടച്ചിട്ട് കുറ്റിയിട്ട് അകത്തിരിക്കുക. പുറത്തൊരു കിണറുണ്ട്, കുഞ്ഞൊന്ന് എത്തിയാൽ അതിനകത്തോട്ട് വീഴും. അങ്ങനെയുള്ള അവസ്ഥയിലാണ് അവർ വന്ന് അവരെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലാക്കുന്നത്.
അപ്പൊ നിങ്ങളുടെ കുഞ്ഞിന്റെ ഈ 2 മക്കളുടെ സേഫ്റ്റിയെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തയില്ലേ പ്രസാദ്? ഉണ്ട്. പിന്നെ എങ്ങനെ നിങ്ങൾ ഇത് ആരോപിക്കുകയും ഒരു ഭാഗത്ത് ആ കുടുംബത്തിൽ ഇങ്ങനെ വെറുതെ വിട്ടിട്ട് നിങ്ങൾ എങ്ങനെ പോകുന്നു? അല്ലാതെ അവള് അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആയിത്തീർന്നതാണ് അത്. അവൾ അങ്ങനെ ആയതല്ലേ, അതിപ്പോഴല്ലേ അസുഖം. ഈ അസുഖം എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? ബോഡിയിലുള്ള കെമിക്കൽസ് ഇല്ലേ, അതിന്റെ ഇംബാലൻസ് ആണ്, ബാലൻസ് പോകുന്നത്. അല്ല സാർ, അത് അത്രേ ഉള്ളൂ. ഞാനത് ആശുപത്രി കൊണ്ട് ചികിത്സിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി ചെയ്തു. അവസാനം ഊളംപാറയിൽ കൊണ്ടുവന്നു. അത് ആശുപത്രി ഇന്നതാണെന്ന് പറഞ്ഞില്ല. അവിടെ കൊണ്ടുവന്നു. പിന്നെ OP ടിക്കറ്റ് എടുത്തു. ഒരു ആട്ടോയിൽ വന്നു. ഞാൻ തന്നെ OP ടിക്കറ്റ് എടുത്തപ്പോഴാണ് ആശുപത്രി. അപ്പോൾ പറഞ്ഞ് അമ്മയും മോളും കൂടെ പറഞ്ഞു എന്നെയാണ് ചികിത്സിക്കേണ്ടത്.